ത്തിലേക്ക് സ്വാഗതം. ഒന്നാം സങ്കീർത്തനത്തിലെ മനോഹരവും പ്രാചീനവുമായ കാവ്യലോകത്തേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. നോക്കൂ, തുടക്കത്തിൽ തന്നെ എത്ര വ്യക്തമായാണ് ഇത് രണ്ട് ജീവിതമാർഗങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നിടുന്നത്. ദുഷ്ടരുടെ ഉപദേശം, പാപികളുടെ വഴി, പരിഹാസകരുടെ കൂട്ടം, അനുഗ്രഹീതനായ ഒരാൾ ബോധപൂർവം ഒഴിവാക്കുന്ന 3 കാര്യങ്ങളാണിവ. ഇതിനു പകരം അവരെന്താണ് ചെയ്യുന്നത്? ദൈവത്തിന്റെ നിയമത്തിൽ അവർ പൂർണ്ണമായ ആനന്ദം കണ്ടെത്തുന്നു. അതെ, രാവും പകലും ഒരൊറ്റ നിമിഷം പോലും പാഴാക്കാതെ അവർ ഈ നിയമങ്ങളെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കും. കവിതയിലെ ഏറ്റവും മനോഹരമായ ഉപമയാണിത്. നീർച്ചാലിനരികെ ആഴത്തിൽ വേരൂന്നിയ കരുത്തുറ്റ ഒരു വലിയ വൃക്ഷം. ഇലകൾ കൊഴിയുന്നില്ല, കൃത്യസമയത്ത് ഫലം നൽകുന്നു. അചഞ്ചലമായ സ്ഥിരതയുടെ ഇതിലും മികച്ചൊരു പ്രതീകമുണ്ടോ? അടിവേരുകൾ അത്രത്തോളം ഉറച്ചതായതുകൊണ്ട് അവർ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും തീർച്ചയായും വലിയ വിജയത്തിൽ കലാശിക്കും. എന്നാൽ ഇവിടെ വരികൾ പെട്ടെന്നൊരു ദിശ മാറുകയാണ്. ദുഷ്ടന്മാരുടെ അവസ്ഥ ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ്. അവർക്ക് യാതൊരു അസ്തിത്വവുമില്ല. വെറും കാറ്റിൽ പാറിപ്പോകുന്ന, ഒട്ടും ഭാരമില്ലാത്ത പതിരു മാത്രമാണവർ. വേരൂന്നിയ വൃക്ഷവും പാറിപ്പോകുന്ന പതിരും, ഈ രണ്ട് വിപരീത ചിത്രങ്ങൾ തമ്മിലുള്ള വലിയ അന്തരം ശ്രദ്ധിച്ചോ? ഇങ്ങനെ ഭാരമില്ലാത്ത പതിരുപോലെ ആയതുകൊണ്ട് അന്തിമ ന്യായവിധിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല. അതുമാത്രമല്ല, നീതിമാന്മാരുടെ സഭയിൽ ഒരു ശാശ്വതമായ സ്ഥാനം കണ്ടെത്താനും ഈ അസ്ഥിരത കാരണം അവർക്ക് സാധിക്കില്ല. ശരി, തീർത്തും വ്യത്യസ്തമായ ഈ രണ്ട് വഴികളും ആത്യന്തികമായി ചെന്നെത്തുന്നത് എവിടെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നീതിമാന്മാരുടെ വഴി ദൈവം അറിയുന്നുണ്ട്. അതുകൊണ്ട് ആ വഴി എപ്പോഴും പൂർണ്ണമായും സുരക്ഷിതമാണ്. നേരെ മറിച്ച് യാതൊരു ലക്ഷ്യവുമില്ലാത്ത ദുഷ്ടന്മാരുടെ യാത്ര പൂർണ്ണമായും നാശത്തിലാണ് അവസാനിക്കുന്നത് എന്ന് ഈ വരികൾ ഉറപ്പിക്കുന്നു. അപ്പോൾ സ്ഥിരതയുള്ള വൃക്ഷമോ അതോ പാറിപ്പോകുന്ന പതിരോ, ഇതിലേതു വഴിയാണ് നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കാൻ പോകുന്നത്?